ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നാം റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ പ്രശസ്തമായ കവിതയായ ഫയർ ആൻഡ് ഐസിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യുന്നത്. ലെറ്റ്സ് ബിഗിൻ. ഈ പോയത്തില് കവി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഈ 10th ക്ലാസ് പോയംസിലെ ഏറ്റവും വളരെ ചെറിയ ഒരു പോയം ആണെങ്കിൽ പോലും വളരെ ഡീപ്പായിട്ടുള്ള ഒരു മെസ്സേജ് തരുന്ന നല്ല ഒരു കുഞ്ഞു പോയമാണ് നമ്മുടെ ഫയർ ആൻഡ് ഐസ്. ഈ കവിത എന്ന് പറയുന്നത് ലോകം എങ്ങനെ അവസാനിക്കും എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഈ 8 ലൈനില് പറയുന്നത് കേട്ടോ. പക്ഷേ യഥാർത്ഥത്തില് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? അവ തീവ്രമായ മനുഷ്യന്റെ ചില വികാരങ്ങളാണ് ലോകം അവസാനിക്കാന്, ലോകനാശത്തിന് കാരണമെന്നാണ് കവി ഈ പോയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഫയർ ആൻഡ് ഐസ് എന്ന് പറയുമ്പോൾ ഫയർ എന്ന് പറയുന്നത് ഡിസയറിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഡിസയർ എന്ന് പറഞ്ഞാല് നമ്മുടെ ആഗ്രഹത്തെ, നമ്മുടെ മോഹത്തെ, അല്ലാതെ നമ്മുടെ അല്ലെങ്കിൽ ക്രോധം, അങ്ങനെയുള്ള വികാരങ്ങളില്ലേ, അതിനെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് ഐസ് എന്നാണ്. അപ്പൊ ഐസ് എന്ന് പറയുന്നത് നമ്മുടെ ഹേട്രഡ് എന്നാണ് അർത്ഥം. എന്നാൽ അവിടെ സിംബലൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അവഗണനകള്, അല്ലെ, അല്ലെങ്കിൽ എന്താണ്, ഒരു തണുത്ത അവസ്ഥ, നമ്മുടെ വൈരാഗ്യത്തെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാല് ഈ ഡിസയറിനും ഹേർട്ടഡിനും എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ഈ ലോകത്തെ നശിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കവി പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പം നമ്മൾക്കറിയാം, മനുഷ്യനെ നശിപ്പിക്കുന്നത്, ഡിസയർ എന്ന് പറഞ്ഞാൽ വെറും ആഗ്രഹമല്ല അല്ലെ, ഒരു അത്യാഗ്രഹമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോകം തീയിൽ നശിച്ചാലും അതിൽ തെറ്റില്ല. എന്തിനെന്ന് പറഞ്ഞാല് മനുഷ്യരുടെ മോഹമെങ്കിലും, അതായത് ഡിസയറെങ്കിലും ഒക്കെ, താല്പര്യങ്ങളുടെ അല്ലെങ്കിൽ അതിര് കടന്ന ആഗ്രഹങ്ങളില്ലേ, അതൊക്കെ എന്തിന് കാരണമായി തീരും? ഈ ലോകനാശത്തിന് കാരണമായി തീരും. അതായത് അധികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മൾ ഇല്ലാതെയാക്കണം. അധികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് പല നാശത്തിനും കാരണം എന്നാണ്, അതാണ് തീ എന്ന് ഉദ്ദേശിക്കുന്നത്, ഫയർ എന്ന്. അതുപോലെ അധികമായി ആഗ്രഹിക്കുന്നത് അല്ലെ, ഒരാളെ എന്താണ് പറയുന്നത്, സ്വന്തം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ മറ്റൊരുടെ ജീവിതമൊക്കെ നശിപ്പിക്കാൻ. അപ്പൊ നമ്മൾ അധികമായി ആഗ്രഹിച്ച് എന്ത് ശ്രമിക്കുന്നു? നമ്മുടെ ജീവിതം നശിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തെയും എന്ത് ചെയ്യാൻ സാധിക്കും? നശിപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഈ ആഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐസ് എന്ന് പറഞ്ഞാല് എന്താ, ഈ ഫയർ എന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഐസ് എന്ന് പറയുന്നത് ഒരു തണുത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. എന്നെങ്കിൽ പോലും എന്താണ്, ഈ ഐസിനും എന്ന് വെച്ചാൽ ആ വൈരാഗ്യം, ഹേട്രഡ്, അപ്പൊ അതിനും ഈ ലോകത്തെ നശിപ്പിക്കുവാനായിട്ടുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് കവി. അപ്പം തണുപ്പിനും ഈ ലോകത്തെ, ചൂടിന് മാത്രമല്ല അല്ലെ, തണുപ്പിനും ഈ ലോകത്തെ നശിപ്പിക്കുവാൻ സാധിക്കും. അപ്പം മറന്നുപോകല്ലേ, ഐസ് എന്ന് പറഞ്ഞാൽ തണുത്ത അവസ്ഥ മനസ്സിനെയാണ് കാണിക്കുന്നത്. വൈരാഗ്യത്തെ, വെറുപ്പിനെ, അവഗണനെ ഒക്കെയാണ് കേട്ടോ. അപ്പൊ മൃദുമായ അല്ലെങ്കിൽ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു നാശത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഈ കോൾഡ് ആറ്റിറ്റ്യൂഡാണ് ബന്ധങ്ങള് പലപ്പോഴും ഭയങ്കര ചൂടാന്ന് മാത്രമല്ല അല്ലെ. അപ്പൊ കോൾഡ് ആറ്റിറ്റ്യൂഡിൽ ഉള്ള ബന്ധങ്ങൾക്ക് പോലും എന്താണ്, മറ്റുള്ളവരെ തകർക്കുവാനുള്ള ശക്തി ഉണ്ടെന്നാണ് കവി പറഞ്ഞു വരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ വെറുപ്പ്, അതുപോലെ എന്താണ്, നമ്മുടെ ഈ മനസ്സിലെ, അപ്പം അതിനൊക്കെ എങ്ങനെയുള്ള മനസ്സ്, തീവ്രമായിട്ടുള്ള അല്ലെ, അപ്പൊ അതിനൊക്കെ തീയെ പോലെ തന്നെ അപകടം ഉള്ളതാണ് ഈ ഐസ് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യർക്കുള്ള ഈ റോബർട്ട് ഫ്രോസ്റ്റ് എന്താണ് പറയുന്നത്, മനുഷ്യരുടെ തീവ്ര വികാരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഒരു എക്സ്ട്രീം ആഗ്രഹം, അതായത് ഡിസയർ ആണ്. മറ്റൊന്നെന്ന് പറയുന്നത് എക്സ്ട്രീം ഹേർട്ട്, അതായത് വൈരാഗ്യത്തെയാണ് കാണിക്കുന്നത്. ഈ രണ്ടും കൂടിയാണ് ലോകത്തെ യഥാർത്ഥത്തിൽ നശിപ്പിക്കുന്നത്. ഇത് ശാസ്ത്രപരമായ ലോകാവസാനം എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. സാമൂഹ്യ പ്രശ്നങ്ങൾ, അത് നമ്മുടെ എന്താണ്, ബന്ധങ്ങളെയാണ് അല്ലെ, നമ്മുടെ ബന്ധങ്ങൾ അല്ലെ, മനുഷ്യന്റെ മനസ്സിൽ പരസ്പരമുള്ള വൈരാഗ്യങ്ങള് അല്ലെ, അവഗണനകള്, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾ കൂടുമ്പോഴാണല്ലോ പലപ്പോഴും എന്താണ് അത് വഴക്കിലേക്കും ഒക്കെ എന്താണ് പര്യവസാനിക്കുന്നത് അല്ലെ. അപ്പൊ അപ്പൊ ലോകം എങ്ങനെ അവസാനിക്കും? ഇങ്ങനെ ബന്ധങ്ങൾ അവസാനിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഈ വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? നമ്മുടെ ഫയറും ഐസുമാണ്, ആഗ്രഹങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ ആണെന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോഴ്
മറന്നുപോയില്ല, ഫയർ എന്ന് പറഞ്ഞാൽ ഡിസൈർ ആണ്, ഐസ് എന്ന് പറഞ്ഞാൽ ഹേറ്റഡ് ആണ്. അപ്പൊ ഈ രണ്ടും മനുഷ്യനെ തകർക്കുന്ന ശക്തികളാണ്. എന്താണ് ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത്? മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. അതിര് കടക്കുന്ന ആഗ്രഹവും ഇങ്ങനെ സ്ലോ ആയിട്ടുള്ള ശീതളമായിട്ടുള്ള വെറുപ്പും ഈക്വൽ ആയിട്ട് അപകടമാണ്, ഡേഞ്ചർ ആയിരുന്നു. ഇതാണ് ഈ കവിതയില് ഈ എന്താണ് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിത് ലൈൻ വൈസ് ഒന്ന് നോക്കിയാലോ? കുറച്ചേ ഉള്ളൂ കേട്ടോ. സം സേ ദ വേർഡ് വിൽ എൻഡ് ഇൻ ഫയർ, സം സേ ഇൻ ഐസ്. From what I have tested of desire, I hold with those who favor fire. Some say the word will end in fire. അപ്പം ചിലർ എന്താണ് പറയുന്നത്? ലോകം എന്ന് പറയുന്നത് തീയിൽ അവസാനിക്കും എന്നുള്ളതാണ്. ഇവിടെ ഫയർ എന്ന് പറയുന്നത് ലോകം മൊത്തം ഇങ്ങനെ തീയിൽ ഇല്ലാതെയായി തീരുന്നല്ല കവി ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ തീയിൽ മരിക്കും എന്ന് പറയുന്നതിനർത്ഥം മോഹത്താൽ നശിക്കും, ആഗ്രഹത്താൽ നശിക്കും, ക്രോധത്താൽ നശിക്കും, ഇങ്ങനെയുള്ള വികാരങ്ങൾ കൊണ്ട് ഈ ലോകം നശിക്കുമെന്നാണ് ഫസ്റ്റ് ലൈൻ പറയുന്നത്. നെക്സ്റ്റ് ലൈൻ എന്താണ് പറയുന്നത്? സം സേ ഇൻ ഐസ്. ചിലർ പറയുന്നത് എന്താണ്? ഐസിനാൽ മരിക്കുക, ഐസിനാൽ എന്ത് ചെയ്യും? ഈ ലോകം ഇല്ലാതെയായി തീരും എന്ന് വെച്ചാൽ എന്താണ്? അപ്പം അതൊരു തണുത്ത അവസ്ഥയെ കാണിക്കുന്നു. ഐസ് എന്നത് എന്താണ്? വൈരാഗ്യത്തെ കാണിക്കുന്നു, വെറുപ്പിനെ കാണിക്കുന്നു, അവഗണനയെ കാണിക്കുന്നു, ഒരു എന്താണ് കോൾഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയും ഒരു മൈൻഡിനെയും ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഫ്രം വാട്ട് ഐ ഹാവ് ടേസ്റ്റഡ് ഓഫ് ഡിസയർ. എനിക്ക് എന്താണ് പറയുന്നത്? എനിക്ക് ഇത് എന്റെ കവി പറയുന്നത് കവിയുടെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. എന്താണ്? ആഗ്രഹങ്ങള് അല്ലെങ്കിൽ ഇതുപോലെ അവഗണനകൾ അനുഭവിച്ച് മനസ്സിലാക്കിയ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഈ കവി പറയുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ ലോകം അവസാനിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ തേർഡ് ലൈനിൽ പറയുന്നത് എനിക്ക് താൻ അനുഭവിച്ചിട്ടുള്ള ഡിസയർ, അതായത് മോഹം, ആഗ്രഹം, ആവേശം, ഇതെല്ലാം എന്താണ്? താൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് പറയാനായിട്ട് സാധിക്കും എന്താണ്? ഈ ലോകം അവസാനിക്കുന്നത് എങ്ങനെ ആയിരിക്കാം? ഫയറിനാൽ, ആഗ്രഹത്താൽ ആയിരിക്കാം. ഐ ഹോൾഡ് വിത്ത് ദോസ് ഹു ഫേവർ ഫയർ. അതിനാൽ ഞാൻ ഫയർ എന്ന് പറയുന്നവരോടൊപ്പം നിൽക്കുന്നു. അപ്പൊ ഞാൻ ഫയറിനാൽ നശിപ്പിക്കും എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണ്. കവി വിശ്വസിക്കുന്ന എന്താണ്? മോഹവും അത്യാഗ്രഹവും ലോകത്തെ നശിപ്പിക്കാനുള്ള വലിയ ശക്തികളാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത സെന്റൻസ് പിന്നെ എന്താണ് പറയാനുള്ളത്? ബട്ട് ഇഫ് ഇറ്റ് ഹാഡ് ടു പെരിഷ് ട്വൈസ് എന്ന് വെച്ചാൽ ലോകത്തിന് രണ്ടാമത് നശിപ്പിക്കേണ്ടി വന്നാൽ, ഒരു പ്രാവശ്യം എന്തായാലും ആഗ്രഹം കൊണ്ടായിരിക്കും ലോകം നശിക്കുന്നത്. ഇനി സെക്കൻഡ് ഒരു ചാൻസ് ഉണ്ട്, ഒരു പ്രാവശ്യം കൂടെ ലോകത്തെ നശിപ്പിക്കണമെന്ന് വെച്ചാൽ എന്തായിരിക്കാം? ആദ്യം ഫയർ കൊണ്ടും പിന്നെ മറ്റൊരു വഴിയുണ്ട്. ട്വൈസ് രണ്ടാമത് മറ്റൊരു അപ്പൊ സെയിം കാരണം കൊണ്ടല്ലായിരിക്കാം. എന്തായിരിക്കും അത്? ഐ തിങ്ക് ഐ നോ ഇനഫ് ഓഫ് ഹേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ വെറുപ്പിനെ കുറിച്ച്, ഹേറ്റ്, വെറുപ്പിനെ കുറിച്ച് എനിക്ക് മതിയായി. അപ്പൊ ഫയറിനെ കുറിച്ച് മാത്രമല്ല, ആഗ്രഹത്തെ കുറിച്ച് മാത്രമല്ല, വെറുപ്പിനെ കുറിച്ചും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്റെ ജീവിതത്തില്. അതുകൊണ്ട് അതിനും വെറുപ്പിനും ഹേറ്റിനും ഈ ലോകത്തെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട് അല്ലെ? അപ്പോഴ് എന്താണ് പറയുന്നത്? കവി ഹേറ്റ് എന്ന വികാരവും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം. To say that for destruction ice. അതുകൊണ്ട് ഞാൻ പറയാം എന്താണ്? ഐസ് എന്നും ഐസിനും നാശം വരുത്താനായിട്ട് സാധിക്കും. അപ്പം ഐസ് എന്ന് പറയുന്ന വെറുപ്പ് അല്ലെങ്കിൽ അവഗണന ഇതൊക്കെയാണ്. അപ്പൊ ഇതിന് നാശം വരുത്തുവാനായിട്ട്, ലോകത്തെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഐസ് എന്ന് പറയുന്നത് ഒരു വലിയ നാശശക്തിയാണ്. ഫയറിനെ പോലെ തന്നെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഘടകമാണ് കേട്ടോ. അപ്പൊ പിന്നെ ലാസ്റ്റ് എന്താണ് പറയുന്നത്? ഈസ് ഓൾസോ ഗ്രേറ്റ്. ഈസ് ഓൾസോ ഗ്രേറ്റ് എന്ന് പറഞ്ഞാല് അപ്പം ഫയർ പോലെ തന്നെ ഗ്രേറ്റ് ആണ്. അപ്പൊ ഐസ് ഒട്ടും പുറകിലല്ല ലോകത്തെ നശിപ്പിക്കാന്, ഹേറ്റും അതായത് വെറുപ്പും ഒട്ടും പുറകിലല്ല അല്ലെ? ആൻഡ് വുഡ് സഫൈസ്. ലോകത്തെ നശിപ്പിക്കാന് ഐസിനും കഴിയും, ഐസ് മതിയാകും. വെറുപ്പ് മാത്രമുണ്ടെങ്കിൽ പോലും ലോകത്തിന് എന്ത് സംഭവിക്കാം? തകർച്ച സംഭവിക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഫയർ എന്ന് പറയുന്ന ഡിസയറിനെ കുറിക്കുന്നു, അത്യാഗ്രഹത്തെ. ഐസ് എന്ന് പറയുന്ന ഹേറ്റ്, വെറുപ്പിന്, അവഗണനയെ കുറിക്കുന്നു. ഇവ രണ്ടും നാശം വരുത്തുന്ന ശക്തികളാണ് എന്നുള്ളതാണ് കവി ഈ പോയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം. അതായത് ആഗ്രഹങ്ങളുടെ മനുഷ്യരാണ് നമ്മളെല്ലാവരും അല്ലെ? അപ്പൊ ആഗ്രഹത്തെ എന്ത്
ചെയ്യണം? നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കണം. അതുപോലെ അതിരുകടക്കുന്ന ആഗ്രഹവും അതുപോലെ വെറുപ്പും ഒക്കെ അപകടങ്ങളാണ് എന്ന് മനസ്സിലാക്കി വേണം, കൺട്രോൾ ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാനെന്നാണ് ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ ബൈ.